അങ്ങനെ ഇന്നലെ പ്രൊമോയിൽ നമ്മൾ കണ്ട പട്ടായ ഗേൾസ് അടിച്ചു പിരിയുന്ന സംഭവങ്ങളൊക്കെ ലൈവിൽ കഴിഞ്ഞിരിക്കുകയാണ്. കുറേയേറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയാം, ഈ ഒരു വഴക്കിനകത്ത് അനുമോള് പറഞ്ഞ നിലപാട് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതേ സമയത്ത് തന്നെ അതേപോലെ വിയോജിപ്പ് സാബു പറഞ്ഞതിനോടും അതുപോലെ ആദില പറഞ്ഞതിനോടും എനിക്കുണ്ട്. അതേ സമയത്ത് ലൈവ് കണ്ടപ്പോൾ എനിക്ക് ന്യായമായി സംസാരിച്ചു എന്ന് തോന്നിയത് ഒന്ന് നമ്മുടെ ഷാനവാസാണ്, രണ്ട് നെവിൻ പറഞ്ഞത് ന്യായമായിട്ട് തോന്നി. ഏറ്റവും നന്നായിട്ട് ഷാനവാസ് ഈ കാര്യം അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മൂന്ന് ചില കാര്യങ്ങൾ ചില പോയിന്റ്സ് അനീഷ് പറഞ്ഞതും ശരിയായിട്ട് തോന്നി. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചൺ ടീമിൽ സാബുവും ആദിലയും അതുപോലെ നമ്മുടെ അനുമോളൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ കിച്ചൺ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും കൂടുതൽ നേരം കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അനുമോള് തന്നെയാണ്. ആദില ആണെങ്കിലും ഭയങ്കര ഉഴപ്പാണ്, സാബു മോൻ ഒടുക്കത്തെ ഉഴപ്പാണ്. ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു രാവിലെ കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഹെൽപ്പ് ചെയ്തു ചെറിയ രീതിയിലൊക്കെ. പിന്നെ തേങ്ങ എങ്ങാണ്ട് തിരുവി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കിച്ചൺ ആദിലെ ക്ലീൻ ചെയ്ത് എങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആകെ ചെയ്തത്. ബാക്കിയുള്ള കുക്കിങ്ങിന്റെ കാര്യത്തിലൊന്നും സാബു ആദിലയൊന്നും കാര്യമായിട്ട് ഒരു സഹകരണവും ഉണ്ടായിരുന്നില്ല. പകരം കിച്ചൺ ടീമിൽ അല്ലാത്ത അനീഷും ഷാനവാസും ഒക്കെയാണ് അനുമോളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് കിച്ചൺ ടീം മെമ്പേഴ്സ് എന്ന നിലയിൽ സാബു ആദിലയുടെയും കിച്ചണിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരുന്നു. കൂടുതൽ സമയത്ത് അവർ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ നടക്കുകയായിരുന്നു. ഇതാണ് അവരുടെ ഒരു കാര്യം ഇതിനകത്ത്. രണ്ടാമത് അനുമോളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുമോൾ അടി ഉണ്ടാക്കാതെ ഭക്ഷണം കൊടുത്തൊരു ദിവസമില്ല. അപൂർവങ്ങളിൽ അപൂർവമാണ് കിച്ചണിൽ അനുമോൾ അടി ഉണ്ടാക്കാതെ ഭക്ഷണം കൊടുത്തത്. അപ്പോൾ സ്ഥിരമായിട്ട് ഒരാൾ കിച്ചണിൽ കയറുമ്പോൾ മാത്രം വിളമ്പുന്ന സമയത്ത് ഇങ്ങനെ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ വ്യക്തി തന്നെയാണ്, അനുമോള് തന്നെയാണ് ഈ വഴക്കുകളുടെ എല്ലാം കാരണം. ഇന്നത്തെ വഴക്കിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ഫുഡ് വിളമ്പുന്ന സമയം, ആ സമയത്ത് സ്വാഭാവികമായിട്ട് കറിയും ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചു, അനുമോള് വിളമ്പി കൊടുക്കുകയാണ്. അപ്പൊ അതിനിടയിൽ ഓംപ്ലേറ്റ് അനീഷിനും ഷാനവാസിനും ഒക്കെ ആണെന്ന് തോന്നുന്നു, ഓംപ്ലേറ്റ് അവരുടെ മുട്ടയിൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അനുമോള് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആദില എന്ന് പറയുന്നുണ്ട്, ഞാൻ വിളമ്പാ, നീ തന്നെ എല്ലാം ചെയ്യണമെന്ന് നീ വിചാരിക്കല്ലേ, നീ അങ്ങോട്ട് മാറിയിട്ട് വേണമെങ്കിൽ നീ ഓംപ്ലേറ്റ് അടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദില അടുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ സാബു വന്നിട്ട് അവിടെ നിന്നിട്ട് കറി എന്ത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിളമ്പണം, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിളമ്പണമെന്ന് സാബു പറയുന്നുണ്ട്, സാബുമാൻ. അപ്പോൾ കറി അത്യാവശ്യം നല്ല രീതിയിൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കൂടുതൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. സാബുവിന്റെ പാത്രം ബിഗ് ബോസ് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ചോറ് കൊടുത്തതിന്റെ ഇരട്ടി കറി ഓൾറെഡി വിളമ്പിയിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും വിളമ്പിയിട്ടും അതിനകത്ത് കറി കുറേയേറെ ബാക്കിയിരിപ്പുണ്ട്. അപ്പൊ അതും കൂടി തുല്യമായിട്ട് വിളമ്പണം എന്നാണ് ഇവർ പറയുന്നത്. അതിനകത്ത് രണ്ട് പോയിന്റ് ഉണ്ട്. അതിൽ അനീഷ് അതിനെ എതിർക്കുന്ന ഒരു അഭിപ്രായമാണ് പറയുന്നത്. അതും നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ആവശ്യത്തിലേറെ കറി ഓൾറെഡി കൊടുത്തു, വീണ്ടും എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യത്തിന് പോരെ എന്നാണ് അനീഷ് ചോദിക്കുന്നത്. അതായത് ചോറ് ഓരോരുത്തർക്കും വിളമ്പിയിട്ട് ആവശ്യത്തിലധികം കറി കൊടുത്തിട്ടും ബാക്കിയിരിക്കുന്നതാണ് അത്. അപ്പൊ അനുമോള് പറയുന്നത്, വീണ്ടും ആരെങ്കിലും ചോറ് ചോദിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചോറ് കൊടുക്കുമ്പോൾ കുറച്ച് കറിയും കൂടെ കൊടുക്കണമല്ലോ, അതിനു വേണ്ടി താൻ ബാക്കി വെച്ചിരിക്കുന്ന കറിയാണെന്നാണ് അനുമോള് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ അനീഷ് പറയുന്നതും ശരിയാണ്, അനുമോള് പറയുന്നതും ശരിയാണ്. കാരണം ഓൾറെഡി എല്ലാവർക്കും ആവശ്യത്തിലേറെ കറി വിളമ്പിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വീണ്ടും ആരെങ്കിലും കഴിച്ചിട്ട് ചോറ് ചോദിച്ചു വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് കറി ബാക്കി വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ തുല്യമായിട്ട് എടുത്ത് വിളമ്പേണ്ടതുണ്ടോ എന്നാണ് അനുമോള് ചോദിക്കുന്നത്. സാധാരണ നിലയിൽ ന്യായമായ ചോദ്യമാണെങ്കിലും ഇത് ബിഗ് ബോസ് വീടാണ്. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഇവിടെ അനുമോൾക്ക് അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. അനുമോള് പറയുന്ന തീരുമാനത്തോട് കിച്ചൺ ടീമിലെ ബാക്കിയുള്ളവർ യോജിക്കണം, ഹൗസ് ക്യാപ്റ്റൻ യോജിക്കണം, മറ്റു കുടുംബാംഗങ്ങൾ യോജിക്കണം. ആകെ 8-9 പേര് മാത്രമുള്ള ബിഗ് ബോസ് വീടിനകത്ത് ഇങ്ങനെ ഒരു കാര്യം അനുമോള് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും പറയാണ്, അതിന്റെ ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യ്, നീ കറി ഈക്വൽ ആയിട്ട് എല്ലാവർക്കും വിളമ്പ്, അത് എത്ര ചോറെടുക്കുന്നു എന്നുള്ളത് നോക്കണ്ട, കറി ഈക്വൽ ആയിട്ട് വിളമ്പ്, ചോറ് അഥവാ ബാലൻസ് വരെയാണെങ്കിൽ നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. എല്ലാവരും ഒരേ സ്വരത്തിൽ, അനീഷ് മാത്രമാണ് അത് പറയാത്തത്, പക്ഷെ അനീഷിനും അതിനോട് എതിർപ്പുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ബാക്കി എല്ലാവരും എന്ത് ചെയ്യാണ്, ഈ ഒരു അഭിപ്രായം പറയുമ്പോൾ അനുമോൾ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവിടെ അനുമോളുടെ ദുർശാഠ്യമാണ് കാണുന്നത്. ശരിയാണ്, അനുമോള് ഫുഡ് ഉണ്ടാക്കി, ചിലപ്പോൾ കിച്ചൺ ടീമിൽ മറ്റാരേക്കാൾ കൂടുതൽ സമയം നിന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്, ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. കൂടുതൽ കായികമായിട്ട് അധ്വാനിച്ചും കാണും കിച്ചണിനകത്ത്. പക്ഷേ വീട്ടിലുള്ള എല്ലാവരും ഒരു അഭിപ്രായം പറയുമ്പോൾ എന്തിനാണ് അനുമോൾ ഈ പിടിവാശി കാണിക്കേണ്ട കാര്യം? ഇത്രയും പിടിവാശിയുടെ കാര്യം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത് അനുമോൾ അനാവശ്യമായിട്ട് ഞാൻ പിടിക്കുന്ന മുയലിന് 26 കൊമ്പെന്നുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്.
എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ്. അവിടെ നെവിൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് ശരിയാണ്. നെവിൻ പറയുന്നുണ്ട് കറിയാണല്ലോ ഏറ്റവും പ്രധാനം. എന്ന് വെച്ചാൽ ചിലർക്ക് കറി കൂടുതൽ കൊടുത്ത് ചിലർക്ക് കുറച്ച് കൊടുത്തു എന്ന് വേണ്ട. കറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് വിളമ്പ്. എന്നിട്ട് ഇനി ആർക്കെങ്കിലും ചോറ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് ചോറ് എടുത്തോട്ടെ. കൂടുതൽ ചോറ് വേണം എന്നുണ്ടെങ്കിൽ അവർ ഈ കറി കുറച്ച് പാത്രത്തിൽ ബാക്കി വെച്ചോളും. കാരണം അവർക്ക് അറിയാമല്ലോ ഇനി എനിക്ക് ചോറ് വേണം, വേറെ കറി ഇവിടെ ഇല്ല, അപ്പൊ ഈ കറി കുറച്ച് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്ത് കഴിക്കണമെന്ന് അവർക്ക് അറിയാമല്ലോ. അപ്പൊ അവർ പ്ലേറ്റിൽ കറി ബാലൻസ് വെച്ചിട്ട് വന്ന് ചോറ് എടുത്തോളും. അപ്പോൾ ആ ഓരോരുത്തരും വരുമ്പോൾ പ്രത്യേകം രീതിയിൽ വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല. കറിക്കാണ് അവിടെ വാല്യൂ കൂടുതൽ എന്നുള്ളത് കൊണ്ട് ഒറ്റത്തവണ എല്ലാവർക്കും ഷെയർ ചെയ്തങ്ങ് വിളമ്പിയാൽ മതി എന്ന നെവിന്റെ അഭിപ്രായം ഏറെക്കുറെ ശരിയാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു അഭിപ്രായമാണ്. വീട്ടിലുള്ള എല്ലാവർക്കും അതാണ് നിലപാട്. അവിടെ അനുമോള് മാത്രം പിടിവാശി പിടിക്കുന്നത് എന്തിനാണ്? അവിടെ അനുമോള് പറയുന്നത് ഇനി ആരെങ്കിലും ചോദിച്ചു വന്നാൽ അവർക്ക് വീണ്ടും ചോറിടുമ്പം കറി വേണ്ടേ എന്നാണ്. എടോ, ആർക്ക് വേണ്ടിയിട്ടാണോ അനുമോള് സംസാരിക്കുന്നത് അതേ ആൾക്കാരാണ് പറയുന്നത് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ചോറ് വേണമെങ്കിൽ ഞങ്ങൾ തന്നിട്ടുള്ള കറി കുറച്ച് ബാലൻസ് വെച്ച് ഞങ്ങൾ കഴിച്ചോളാം, വീണ്ടും ഇട്ട് ചോറെടുത്ത് കഴിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അനുമോള് വളരെ എന്താ പറയാ ഒരു ശാഠ്യം കാണിച്ചുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു വഴക്കാണ് ഇത്. അനുമോള് കിച്ചണിൽ എത്തുമ്പോൾ ആദ്യമായിട്ട് നടന്നൊരു വഴക്കാണെങ്കിൽ ശരിയാണ്, നമുക്കിത് ഈ ഒരു സന്ദർഭത്തിൽ പറ്റിപ്പോയതാണെന്ന് പറയാം. അനുമോൾ എപ്പോൾ കിച്ചൺ ടീമിൽ കയറിയാലും വഴക്കാണ്. മുമ്പൊരിക്കലും ഇതുപോലെയാണ്. അനുമോൾ അവസാനം കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി. അനുമോൾക്ക് തോന്നും പോലെ എല്ലാവർക്കും കൊടുക്കാനും തോന്നും പോലെ അനുമോൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാനും ഇത് ഈ പറഞ്ഞ ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമല്ല. ബിഗ് ബോസ് കൊടുക്കുന്ന റേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട ഒരു റേഷനാണ്. അവിടെ ധാർമ്മികമായിട്ട് ആദിലേക്കും സാബുവിനും ഒന്നും ഇത്രയും ക്ഷോഭിക്കാനും രോഷം കൊള്ളാനുമുള്ള ഒരു അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കിച്ചണിലുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ അത്രയും കുറവായിരുന്നു. പക്ഷെ ഷാനവാസ് പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം പുള്ളി വളരെ മാന്യമായിട്ട് നീ എന്തിനിങ്ങനെ കാണിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ വിഷയം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അനീഷ് പറയുന്നത് ഇത് അനാവശ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു വിഷയമാണ് എന്നാണ്. ആദിലയും അനുമോളും തമ്മിൽ 2 ദിവസമായിട്ട് ചെറിയൊരു ഉടക്കുണ്ട് ഒരേ ടീമിൽ വന്നതിന് ശേഷം. ഇന്നലെ രാത്രി എപ്പിസോഡ് അവസാനിക്കുന്നത് തന്നെ ഞാൻ ഇന്നലെ ലൈവ് രാത്രിയിൽ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എപ്പിസോഡ് അവസാനിക്കുമ്പോൾ തന്നെ അനുമോള് ദേഷ്യത്തിൽ വന്ന് ആദിലെ വിളിക്കുന്നു. ആദിലയും നൂറയും കൂടെ പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ആദിലയും ദേഷ്യപ്പെട്ട് എണീറ്റ് കിച്ചണിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നും അതുപോലെ തന്നെ രാവിലെ സാബുവും ആദിലയും നൂറയും കൂടെ ഒക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അനുമോള് സാബുവിനെ വിളിക്കുമ്പോൾ 1 മിനിറ്റ് ഇപ്പൊ വരും സാബു എന്ന് പറഞ്ഞിട്ട് ആദിലെ അവിടെ കയറി സംസാരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇവർക്കിടയിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം ഇതിനൊക്കെ ഒരു കാരണമാണ് ഈ വഴക്കിന്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് കുറച്ചും കൂടി ഷാനവാസ് പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് തോന്നി. അതുപോലെ നെവിൻ പറഞ്ഞതും ഈ ഒരു വിഷയത്തിൽ കറക്റ്റാണ്. ഇതിനിടയിൽ നമ്മുടെ അക്ബർ വന്നിട്ട് ന്യായമായ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ലാലേട്ടന്റെ എപ്പിസോഡിൽ ചോറ് ബാക്കി വന്നു എന്ന് പറഞ്ഞിട്ട് നീ എടുത്ത് കാണിച്ചല്ലോ, ഇപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത്രയും ചോറ് ബാലൻസ് വന്നത് എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. സംഗതി അക്ബർ അവസരം മുതലെടുത്തതാണെങ്കിലും ചോദ്യത്തിൽ കഴമ്പുണ്ടെങ്കിലും അന്ന് പക്ഷെ ആ സംഭവം നടക്കുമ്പോൾ ആദിലയും നൂറയും അനുമോളും ഒക്കെ പറഞ്ഞു അവർക്ക് വേണ്ടി ചോറ് ഇടണ്ട എന്ന്. എന്നിട്ടും അവരിട്ടിട്ടാണ് അത്രയും ബാലൻസ് വന്നത്. ഇവിടെ ഇപ്പൊ എല്ലാവരും കഴിച്ച് തീർന്നിട്ടുമില്ല, കഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇരിക്കുന്നത് ബാലൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും കഴിച്ച് തീർന്നിട്ടും ഒരുപാട് ചോറ് ബാലൻസ് വന്നാൽ അക്ബർ ആ അവസരത്തിൽ ചോദിച്ചതിൽ പ്രസക്തി ഉണ്ടെന്ന് പറയാം. എങ്കിലും അക്ബർ അത് അവിടെ പോയിന്റ് ഔട്ട് ചെയ്തു സമയോചിതമായിട്ട്. അപ്പൊ ഇവിടെ അനുമോളുടെ ഭാഗത്ത് വന്നൊരു വീഴ്ച, കിച്ചണിൽ വന്ന ഒരാളെന്ന നിലയിലും കഴിഞ്ഞ ആഴ്ചത്തെ കിച്ചൺ ടീമിനെ ഇത്രയും നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് ഇത്രയും അവർക്കെതിരെ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളടുത്ത് വീണ്ടും കിച്ചണിൽ വരുമ്പോൾ അവിടെ കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മിടുക്ക്. ഇവിടെ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ തവണ ഈ മറ്റേ അക്ബറും ഗ്യാങ്ങിനെതിരെ ബുള്ളി ഗ്യാങ്ങിനെതിരെ ഫൈറ്റ് ചെയ്ത മറ്റേ പട്ടായ ഗേൾസ് ഇപ്പൊ വെറും പാട്ട ഗേൾസ് ആയി പോയില്ലേ? നിങ്ങൾ അവിടെ കിടന്ന് അവരെക്കാൾ മോശമായ രീതിയിൽ അലമ്പുണ്ടാക്കി ബഹളം ഉണ്ടാക്കിയത് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്? ആഹാരം വിളമ്പാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആദില കിച്ചണിൽ വന്ന് കുക്ക് ചെയ്തില്ല എന്ന് തന്നെ കരുതിക്കോ, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്ത കുറവാണെന്ന് തന്നെ കരുതിക്കോ. വിളമ്പാൻ വരുമ്പോൾ ആദില പറയാണ് ഓക്കെ ഞാൻ വിളമ്പാം എന്ന് പറഞ്ഞ് ആദില ആ പാത്രത്തിൽ പിടിക്കുമ്പോൾ അനുമോൾ എന്തിനാണ് ഇത്രയും ശാഠ്യം കാണിക്കുന്നത്? അതിനെ പിടിച്ചു വലിച്ചിട്ട് അതിന്റെ ആവശ്യമുണ്ടോ? വിളമ്പിക്കോട്ടെ എന്ന് കരുതിയാൽ കൂടെ ആകെ 8-9 പേരുള്ള ഒരു വീട്ടിനകത്ത് ഇത്രയും ദുർശാഠ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മൊത്തം വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അനുമോള് പറഞ്ഞൊരു കാര്യം നമ്മളെ വീട്ടിലാണെങ്കിൽ ശരിയാണ്, പക്ഷെ ഇത് നമ്മുടെ വീടല്ലല്ലോ, ഇത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് കൊടുക്കുന്ന റേഷൻ എല്ലാവരും തുല്യമായിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമായിട്ട് തന്നെ എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത്. അല്ലാതെ അത് പിടിച്ചു വയ്ക്കാനുള്ള ഒരു റൈറ്റ്സ് അവിടെ ആർക്കുമില്ല. ഇപ്പം നമ്മൾ ചില ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ പൈസ ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോയിട്ട് ഒരു പൊറോട്ടയും ഒരു ഗ്രേവിയും വേണമെന്ന് പറയും. ഗ്രേവി അവർ ഫ്രീ ആയിട്ടാണ് പല ഹോട്ടലുകളിലും കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പൊറോട്ട കഴിക്കാൻ ആവശ്യമായ ഗ്രേവിയെ തരൂ. തൊട്ടടുത്തിരിക്കുന്ന ആൾ ഒരു 5 പൊറോട്ടയും ഗ്രേവിയും ചോദിക്കുമ്പോൾ അയാൾക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ കൊടുക്കും.
കാരണം എന്ന് പറയുന്നത് അയാൾക്ക് 5 പൊറോട്ട കഴിക്കണമല്ലോ, അപ്പം അതിൻ്റെ ഒരു മര്യാദ കൊണ്ട് കൊടുക്കും. ഇത് കണ്ടും കൊണ്ട് ഒരു പൊറോട്ട കഴിക്കുന്നയാൾ അവിടെ വഴക്കുണ്ടാക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അയാൾക്ക് ഒന്നാമത് ഗ്രേവി എല്ലാവർക്കും സൗജന്യമാണ് കൊടുക്കുന്നത്. ഒരു പൊറോട്ട കഴിക്കാൻ ആവശ്യമായ ഗ്രേവിയെ അയാൾക്ക് കൊടുക്കേണ്ടതുള്ളൂ. 5 പൊറോട്ട കഴിക്കുന്നവന് കുറച്ച് ഗ്രേവി കൂടുതൽ കൊടുക്കും. അപ്പോൾ ഞാനും പൊറോട്ട അല്ലേ കഴിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വഴക്കിട്ടിട്ട് കാര്യമില്ല. അനുമോള് പറയുന്നത് ആ സാഹചര്യത്തിൽ ഓക്കെ, ഇപ്പോൾ ഗ്രേവിയാണ് കൊടുക്കുന്നതെങ്കിൽ അത് സൗജന്യമാണ്, അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സാധനത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള റൂൾസ് ഒക്കെ വയ്ക്കാം. അത് ഒരു പരിധിവരെ ന്യായമായിട്ട് തോന്നും. പക്ഷെ അതേ ഹോട്ടലിൽ തന്നെ ഒരു പൊറോട്ട വാങ്ങുന്നവൻ ഒരു ചിക്കൻ കറി ഓർഡർ ചെയ്യുന്നു, 5 പൊറോട്ട വാങ്ങുന്നവനും ഒരു ചിക്കൻ കറി ഓർഡർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പൊറോട്ട വാങ്ങുന്നവന് കിട്ടുന്ന ചിക്കൻ കറിയും 5 പൊറോട്ട വാങ്ങുന്നവന് കിട്ടുന്ന ചിക്കൻ കറിയും ഒരേപോലെ ആയിരിക്കും. കാരണം ചിക്കൻ കറി പൈസ കൊടുത്താണ് കിട്ടുന്നത്. അത് ഓരോ കറിയാണ് ഓർഡർ ചെയ്യുമെങ്കിൽ ആ ക്വാണ്ടിറ്റി സെയിം ആയിരിക്കും. ബിഗ് ബോസിനകത്ത് ഇവിടെ എന്ന് പറയുന്നത് അവിടെ സൗജന്യമല്ല, എല്ലാ കണ്ടസ്റ്റൻസിനും ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ കറി എന്ന് പറയുന്ന സാധനം അവർ പറയാണ് ഈക്വൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് തന്നെ കൊടുക്കണം. ഇനിയിപ്പോൾ അവരെല്ലാവരും കൂടെ പറയാണ് ചോറും ഈക്വൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ അതും ഈക്വൽ ആയിട്ട് കൊടുക്കണം. പക്ഷെ അവിടെ അവർ ചോറിന്റെ കാര്യം പറയുന്നില്ല, ചോറ് ആവശ്യത്തിന് ഒരു മതി, പക്ഷെ കറി ഈക്വൽ ആയിട്ട് കിട്ടണം. അത് ഒരല്പം ചോറ് എടുക്കുന്നവനും കുറേ ചോറ് എടുക്കുന്നവനും ഈക്വൽ ആയിട്ട് കിട്ടണം. കുറേ ചോറ് എടുക്കുന്നവൻ അതനുസരിച്ച് കഴിച്ചോളും, അല്പം ചോറ് എടുക്കുന്നവൻ അതനുസരിച്ചും കഴിക്കും. അപ്പോൾ ഇവിടെ അനുമോളുടെ ഭാഗത്ത് 100% നമുക്ക് ന്യായം പറയാൻ പറ്റില്ല. കാരണം ഇത് ബിഗ് ബോസ് വീടാണ്. അവിടെ അനാവശ്യമായിട്ട് ശാഠ്യം കാണിച്ചുകൊണ്ട് ഈ വഴക്കുണ്ടാക്കിയതിൽ അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സാബുമാനും ആദിലയും കിച്ചൺ ഡ്യൂട്ടിയിൽ ആക്റ്റീവ് അല്ല എന്നുള്ളതും ശരിയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.